ഹലോ എവ്രി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ പൈപ്പ് ലൈൻ പ്രോസസ്സേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ലീനിയർ പൈപ്പ് ലൈൻ പ്രോസസ്സർ എന്ന് വെച്ചാൽ എന്താണ്? ലീനിയർ പൈപ്പ് ലൈൻ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു സ്റ്റേജസിൽ കൂടി നമ്മുടെ ഇൻപുട്ട് ട്രാവൽ ചെയ്ത് അതൊരു കാസ്കേഡഡ് ഫോർമാറ്റിലാണ്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജ്, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് അടുത്ത സ്റ്റേജിലേക്ക്, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് അടുത്ത സ്റ്റേജിലേക്ക്, അങ്ങനെ നമ്മുടെ ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇതാണ് ഒരു ലീനിയർ പൈപ്പ് ലൈൻ പ്രോസസ്സറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഒരു ലീനിയർ പൈപ്പ് ലൈൻ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാസ്കേഡിങ് ഓഫ് പ്രോസസ്സിംഗ് സ്റ്റേജസ് ആണ്. ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ഇൻ സീരിയൽ പോലെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ടു പെർഫോം എ ഫിക്സഡ് ഫങ്ഷൻ ഓൺ എ സ്ട്രീം ഓഫ് ഡാറ്റ ഫ്ലോയിങ് ഫ്രം വൺ എൻഡ് ടു അനദർ. ഇതാണ് ഒരു ലീനിയർ പൈപ്പ് ലൈൻ പ്രോസസ്സർ എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രോസസ്സിംഗ് സ്റ്റേജസ് ഉണ്ട്. സോ ഇവിടെ ഇൻപുട്ട് വരുന്നത് ഫസ്റ്റ് സ്റ്റേജിലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജിലും, അതായത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞുള്ള ഫൈനൽ ഔട്ട്പുട്ട് ലാസ്റ്റ് സ്റ്റേജിലുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ സ്റ്റേജസും ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് ആണ്. അതിൽ കൂടിയെല്ലാം ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സോ ഫൈനൽ റിസൾട്ട് ആയിരിക്കും ലാസ്റ്റ് പൈപ്പ് ലൈൻ സ്റ്റേജിൽ വരുന്നത്. ഇതിൻ്റെ ഇങ്ങനെയുള്ള ഒരു ലീനിയർ പൈപ്പ് ലൈനിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ, അരിത്തമെറ്റിക് കമ്പ്യൂട്ടേഷൻസ് ചെയ്യാൻ, മെമ്മറി ആക്സസ് ഓപ്പറേഷൻസ് ചെയ്യാൻ, ഇതിലൊക്കെയാണ് വരുന്നത്. സോ ഇതിൽ കൺട്രോൾ ഓഫ് ഡാറ്റ ഫ്ലോ എലോങ് ദി പൈപ്പ് ലൈൻ അനുസരിച്ച് ഇതിനെ നമുക്ക് ഈ ഒരു ലീനിയർ പൈപ്പ് ലൈനിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. അസിൻക്രണസ് മോഡലും സിൻക്രണസ് മോഡലും. ഇത് രണ്ടും ലീനിയർ പൈപ്പ് ലൈനിൻ്റെ രണ്ട് കാറ്റഗറീസാണ്. രണ്ടും ലീനിയർ പൈപ്പ് ലൈനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ക്ലോക്കിനെ ബേസ് ചെയ്യുന്ന ഒന്നും ക്ലോക്ക് ബേസ് ചെയ്യാത്ത ഒന്നും, ഇത് രണ്ടെണ്ണമാണ് സിൻക്രണസ് ആൻഡ് അസിൻക്രണസ്. സോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അസിൻക്രണസ് പൈപ്പ് ലൈൻ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായൊരു മോഡലാണ്. ഇവിടെ നമ്മളൊരു കോമൺ ക്ലോക്കിൻ്റെ ബേസിസിലല്ല വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു ഹാൻഡ് ഷേക്കിംഗ് മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സ്റ്റേജ് 1, 2, 3 അപ് ടു K എന്ന് പറയുന്നത് അതിന് ഇൻപുട്ട് വരുന്ന ടൈമുകൾ ഒന്നും സിങ്ക്രണൈസ്ഡ് അല്ല. സോ ഇഫ് S1 want to send a data, it will send a ready signal. അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഇറ്റ് വിൽ സെൻഡ് ത്രൂ എ ചാനൽ S2ലേക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നു. സിമിലർലി അടുത്തതും. സോ ഇവിടെ ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വെയിറ്റിംഗ് ടൈം ആയിരിക്കില്ല. S1 എന്ന് S2ലേക്ക് അയക്കണമെങ്കിൽ ആദ്യം ഒരു റെഡി സിഗ്നൽ കൊടുക്കുന്നു. അക്നോളജ്മെൻറ്റ് എപ്പോൾ കിട്ടുന്നോ അന്നേരം നമ്മൾ ഈ ചാനൽ വഴി നമ്മുടെ ഡാറ്റേനെ S2ലേക്ക് അയക്കുന്നു. സോ ഇവിടെ ദർ ഇസ് നോ കോമൺ ക്ലോക്ക്. സോ ഒരു ഡെഫിനിറ്റ് ടൈം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദിസ് ഇസ് അസിൻക്രണസ് പൈപ്പ് ലൈൻ മോഡൽ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് കമ്മ്യൂണിക്കേഷൻ ചാനൽ, മെസ്സേജ് പാസിംഗ്, മൾട്ടി കമ്പ്യൂട്ടേഴ്സ്. മെസ്സേജ് പാസിംഗ് മൾട്ടി കമ്പ്യൂട്ടേഴ്സിലെല്ലാം ഇത് യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ത്രൂപുട്ട് റേറ്റ് ആയിരിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് അക്നോളജ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അത്രയും ഒരു നല്ല ത്രൂപുട്ട് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഡിലേ മേ ബി എക്സ്പീരിയൻസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഓരോ സ്റ്റേജിലും വരുന്ന ഡിലേസ് സെയിം ആകില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. So we have another model, synchronous pipeline model. Synchronous pipeline മോഡലിൽ ഇവിടെ എല്ലാ സ്റ്റേജസും അണ്ടർ എ സിംഗിൾ ക്ലോക്കിൻ്റെ അണ്ടറിൽ ദേ ആർ അറ്റാച്ച്ഡ് ടു എ ലാച്ച് വിച്ച് വിൽ ആക്ട് ആസ് എ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു ലാച്ചുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഇവിടെ ഇൻപുട്ട് എല്ലാവർക്കും ഇൻപുട്ട് വരുന്നത് അറ്റ് എ ടൈം, ഒരേ ടൈമിലായിരിക്കും എല്ലാവർക്കും ഇൻപുട്ട് വരുന്നത് അണ്ടർ എ സെയിം ക്ലോക്ക് ആയതുകൊണ്ട്. ക്ലോക്ക് ഹൈ ആവുമ്പോൾ നമ്മൾ ഇൻപുട്ട് സെൻഡ് ചെയ്യുന്നു, ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് ഒരു സിൻക്രണസ് പൈപ്പ് ലൈൻ മോഡൽ വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഫിഗറിലേക്ക് വീണ്ടും വരേണ്ടി വരും. സോ ലെറ്റ് സീ. സോ ഇവിടെ ക്ലോസ്ഡ് ലാച്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദേ ആർ മെയ്ഡ് ഓഫ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്.
ദേ ക്യാൻ ഐസൊലേറ്റ് ഇൻപുട്സ് ഫ്രം ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ വേർതിരിക്കാൻ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു ക്ലോക്ക് പൾസ് അറൈവ് ചെയ്യാൻ നേരത്ത് ഡാറ്റ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എല്ലാവരും സൈമൾട്ടേനിയസ് ആയിട്ട് സെൻഡ് ചെയ്യുന്നു. സോ ഇവിടുത്തെ പൈപ്പ് ലൈൻ സ്റ്റേജസ് എന്ന് പറയുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ്. അതായത് സാധാരണ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് കൊണ്ട് ഇത് നടക്കില്ല. നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് യൂസ് ചെയ്തേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ അകത്ത് ഡിലേയ്സ് എന്ന് പറയുന്നത് ഈക്വൽ ഡിലേയ്സ് ഇൻ ഓൾ സ്റ്റേജസ് വരണം എന്നാണ് നമ്മൾ ഡിസയർ ചെയ്യുന്നത്. സോ സിൻസ് ഡിലേയ്സ് ഡിറ്റർമിൻ ദി ക്ലോക്ക് പീരിയഡ് ആൻഡ് സ്പീഡ് ഓഫ് പൈപ്പ് ലൈൻ. ഇവിടുത്തെ യൂട്ടിലൈസേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് it is specified by pipelines in successive stages in a synchronous pipeline. ഇതിൻ്റെ യൂട്ടിലൈസേഷൻ പാറ്റേൺ നമുക്ക് കിട്ടാനായിട്ട് we have a reservation table. ആ റിസർവേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഓരോ ക്ലോക്ക് സൈക്കിൾസിൽ ഏതൊക്കെ സ്റ്റേജസ് ആണ് ആക്റ്റീവ് എന്ന് അറിയാൻ പറ്റുന്ന ഒരു ടേബിളാണ്. ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും, യൂട്ടിലൈസേഷൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. ഒരു ലീനിയർ പൈപ്പ് ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ലീനിയർ പൈപ്പ് ലൈൻ്റെ റിസർവേഷൻ ടേബിൾ എപ്പോഴും ഒരു ഡയഗണൽ ഫോർമാറ്റിലായിരിക്കും. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയുമാണ്. ദിസ് ഇസ് ടൈം, ദിസ് ഇസ് സ്റ്റേജസ്. ആദ്യത്തെ ക്ലോക്ക് സൈക്കിളിൽ സ്റ്റേജ് 1 ആണ് ആക്റ്റീവ്, രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിളിൽ സ്റ്റേജ് 2 ആണ് ആക്റ്റീവ്, മൂന്നാമത്തെ ക്ലോക്ക് സൈക്കിളിൽ സ്റ്റേജ് 3 ആണ് ആക്റ്റീവ്, നാലാമത്തെ ക്ലോക്ക് സൈക്കിളിൽ സ്റ്റേജ് 4 ആണ് ആക്റ്റീവ്. സോ ഇവർ ഒരു ഡയഗണൽ ഫോർമാറ്റിലാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലോക്ക് സൈക്കിളിൽ S1, S2, S3, S4 ഒരുമിച്ചല്ല വരുന്നത്. ഒന്നാമത്തെ കഴിയുമ്പോൾ നമ്മുടെ ഇൻപുട്ട് S2-ലെത്തും, രണ്ടാമത്തെ ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ S3-ലെത്തും, മൂന്നാമത്തെ കഴിയുമ്പോൾ നമ്മൾ S4-ൽ നമ്മുടെ ക്ലോക്ക് പൾസ് എത്തുന്നു. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ റിസർവേഷൻ ടേബിൾ. ഇതൊരു ശരിക്കും ഒരു പ്ലോട്ടിംഗ് ആണ്, ബിറ്റ്വീൻ ടൈം ആൻഡ് സ്റ്റേജസിൻ്റെ ഒരു പ്ലോട്ടിംഗ് ആണ്. സോ ലീനിയർ പൈപ്പ് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഉറപ്പായും നമ്മുടെ ഗ്രാഫ് റിസർവേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ലീനിയർ ഒരു ഡയഗണൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാകുക. സോ ഇതിൻ്റെ യൂട്ടിലൈസേഷൻ പാറ്റേൺ റിസർവേഷൻ ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഫോളോസ് എ ഡയഗണൽ സ്ട്രീം ലൈൻ പാറ്റേൺ. സോ സ്പേസ് ടൈം ഡയഗ്രമാണ് depicting the precedence relationship in using a pipeline stages. ഒരു K സ്റ്റേജ് ലീനിയർ പൈപ്പ് ലൈൻ ഉണ്ടെങ്കിൽ K ക്ലോക്ക് സൈക്കിൾസ് ഉണ്ടാകും എന്നാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് K ക്ലോക്ക് സൈക്കിൾസ് വേണ്ടി വരും. ഇന്ന് ലീനിയർ പൈപ്പ് ലൈനിൽ K സ്റ്റേജ് പൈപ്പ് ലൈൻ മീൻസ് K ക്ലോക്ക് സൈക്കിൾസ് വേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 3 സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് 3 ക്ലോക്ക് സൈക്കിളിൽ ഇത് ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. നെക്സ്റ്റ്, സക്സസീവ് ടാസ്ക് ഓർ ഓപ്പറേഷൻസ് ആർ ഇനീഷ്യേറ്റഡ് 1 per cycle to enter the pipeline. ഒരു ടാസ്ക് കഴിഞ്ഞ് അടുത്ത സൈക്കിളിൽ അടുത്ത ടാസ്ക് വരുന്നു. സോ 1 pipeline is filled up, 1 result emerges from the pipeline for an additional cycle. സോ ഒരു പൈപ്പ് ലൈൻ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. അതുപോലെയാണിത് വർക്ക് ചെയ്യുന്നത്. ത്രൂപുട്ട് സസ്റ്റൈൻ ചെയ്യണമെങ്കിൽ സക്സസീവ് ടാസ്കുകൾ തമ്മിൽ ഡിപ്പെൻഡൻസീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഡിപ്പെൻഡൻസീസ് ഉണ്ട് എങ്കിൽ ഇവർ ഡിലേയ്സ് വേറെ എക്സ്ട്രാ ഡിലേ വരും. ഇപ്പോൾ റിസോഴ്സുകൾ കിട്ടാനും ഒക്കെ ഡിലേ വരും. അത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസിൻക്രണസ് മോഡൽ ആൻഡ് സിൻക്രണസ് മോഡൽ. അസിൻക്രണസ് മോഡൽ ആണ് എങ്കിൽ ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോളാണ്. സിൻക്രണസ് മോഡലിൻ്റെ അകത്ത് നമ്മൾ വി ആർ യൂസിങ് എ ക്ലോക്ക്ഡ് ലാച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഡിലേ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സിൻക്രണസിലാണെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ഡിലേ ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അസിൻക്രണസ് ഹാസ് റെഡി ആൻഡ് അക്നോളജ്മെൻറ്റ് സിഗ്നൽസ്. സിൻക്രണസിൽ അങ്ങനെ സിഗ്നൽസ് ഒന്നുമില്ല. ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ടു വേരിയസ് സ്റ്റേജസ് ഇസ് നോട്ട് സൈമൾട്ടേനിയസ് ആണ് അസിൻക്രണസിൽ. സിൻക്രണസിൽ എല്ലാ സ്റ്റേജസും ട്രാൻസ്ഫർ ഇസ് സൈമൾട്ടേനിയസ്ലി ആണ്. ഇവിടെ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അസിൻക്രണസിൽ. പക്ഷേ സിൻക്രണസിൽ നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് പൈപ്പ് ലൈൻ സ്റ്റേജസ് ചെയ്യുന്നത്. So this is the difference between the two linear pipeline models
അസിൻക്രണസ് മോഡൽ ആൻഡ് സിൻക്രണസ് മോഡൽ. സോ നമുക്ക് ഇനി നെക്സ്റ്റ് കുറച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ ലീനിയർ പൈപ്പ് ലൈൻ മോഡലിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് കാര്യങ്ങൾ നോക്കാം. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് എങ്ങനെ ഇതിന് ത്രൂപുട്ട് എങ്ങനെ വരും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ഇസ് ക്ലോക്കിംഗ് ആൻഡ് ടൈമിംഗ് കൺട്രോൾ ആണ്. സോ ക്ലോക്ക് പീരിയഡ് അല്ലെങ്കിൽ ക്ലോക്ക് സൈക്കിൾ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു ഇന്ന് സിൻക്രണസ് പൈപ്പ് ലൈൻ മോഡലിൻ്റെ ബേസിസിലാണ് നമ്മളിത് പറയുന്നത്. സോ സിൻക്രണസ് പൈപ്പ് ലൈൻ മോഡലിൽ എങ്ങനെയാണ് ക്ലോക്ക് പീരിയഡ് അല്ലെങ്കിൽ ക്ലോക്ക് സൈക്കിൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ ടി ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദിസ് ഇസ് ടോ ഐ ആണ്. ടോ എന്ന സിമ്പിളാണിത്. സോ ടോ ഐ എന്ന് പറയുന്നത് ടൈം ഡിലേ ഓഫ് എ സർക്യൂട്ടറി ഇൻ എ സ്റ്റേജ് എസ് ഐ. സോ ഇപ്പോൾ S1 എടുക്കുകയാണെങ്കിൽ ഈ S1 ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ഡിലേ ആണ് ടോ ഐ എന്ന് പറയുന്നത്. സോ S1ൻ്റെ ഡിലേ എന്ന് പറയുന്നത് ടോ 1 ആണ്. S2ൻ്റെ ഡിലേ ടോ 2 ആണ്. S2 ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ടൈം മാത്രം, S2 എന്ന് പറയുന്നത് ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ടൈം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോ ഐ എന്ന് കൺസിഡർ ചെയ്യാം. ഡി എന്ന് പറഞ്ഞാൽ ഒരു ലാച്ചിൻ്റെ ഡിലേ ആണ്. സോ ഈ ലാച്ച് ലോഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഡി എന്ന് പറയുന്നത്. സോ ലാച്ച് വിൽ ഓൾസോ കൺസിഡർ സം ടൈം. സോ അതാണ് ഡി എന്ന് പറയുന്നത്. ടോ എം എന്ന് പറയുന്നത് മാക്സിമം വരാവുന്ന ഒരു സ്റ്റേജ് ഡിലേ ആണ്. മാക്സിമം സ്റ്റേജ് ഡിലേ ആണ് ടോ എം എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ ക്ലോക്ക് പീരിയഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടോ എം മാക്സിമം വരാവുന്ന സ്റ്റേജ് ഡിലേ പ്ലസ് ഡി ആയിരിക്കും നമ്മുടെ ക്ലോക്ക് പീരിയഡ് അല്ലെങ്കിൽ ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ്. ഇവിടെ നമ്മൾ ഇതിനെ ടോ എന്ന് റെപ്രസെൻ്റ് ചെയ്യണം. മൊത്തം ഒരു ലാച്ചിൻ്റെ ഡിലേ പ്ലസ് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൻ്റെ ഡിലേ മൊത്തം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ടോ. ഒരു സർക്യൂട്ട് എസ് ഐക്ക് എടുക്കുന്ന മൊത്തം ടൈമാണ് ടോ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ലാച്ചും കൂടി ഇൻവോൾവ് ആണ്. സോ ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോ എം പ്ലസ് ഡി എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അല്ലെങ്കിൽ മാക്സിമം ഓഫ് ടോ ഐ 1 to k പ്ലസ് ഡി എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഒരു മൊത്തം സ്റ്റേജുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂ പ്ലസ് ഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് സൈക്കിൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ടോ എം പ്ലസ് ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോ കിട്ടും. This is how we find clock period or clock cycle to m. Next parameter. So ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോ റൈസിങ് എഡ്ജിലുമാണ് ഒരു ക്ലോക്ക് പൾസ് ഡാറ്റ ലാച്ച് ചെയ്യുന്നത് ടു മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെ ഇപ്പോൾ ഈ ക്ലോക്ക് പൾസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതായത് ടോ എം എന്ന് പറയുന്നത് എപ്പോഴും ഈ ലാച്ചിൻ്റെ ഡിലേനെ വെച്ച് നോക്കുമ്പോൾ, വിഡ്ത്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതായിരിക്കും. സോ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഈ ഡി എന്ന് പറയുന്നത് വിൽ ഓൾവേസ് ബി വെരി വെരി ലെസ് കമ്പയർഡ് ടു ടോ എം ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് മാക്സിമം സ്റ്റേജിൻ്റെ ഡിലേ ടോ എം എന്ന് പറയുന്നത് ഓൾവേസ് ഡോമിനേറ്റ് ദി ക്ലോക്ക് പീരിയഡിനെ ഡോമിനേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. യു ഷുഡ് നോട്ട് ദാറ്റ് ടു. സോ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പൈപ്പ് ലൈൻ ഫ്രീക്വൻസി ആണ് അടുത്ത നമ്മുടെ പാരാമീറ്റർ എന്ന് പറയുന്നത്. പൈപ്പ് ലൈനിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. സോ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ക്ലോക്ക് പീരിയഡ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. 1/ക്ലോക്ക് സൈക്കിൾ ആയിരിക്കും ഉറപ്പായിട്ടും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ഓഫ് ക്ലോക്ക് പീരിയഡാണ് ഫ്രീക്വൻസി എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ 1/2m ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് നമ്മുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ഇഫ് one expect to come out of pipeline, if one result is expected to come out of pipeline per cycle ആണ് എങ്കിൽ, അതായത് ഒരു സൈക്കിൾ കഴിയുമ്പോൾ ഒരു റിസൾട്ട് വരണം, അടുത്ത സൈക്കിൾ കഴിയുമ്പോൾ അടുത്ത റിസൾട്ട് വരണം. അതാണ് നമുക്ക് വേണ്ട മാക്സിമം ത്രൂപുട്ട് എന്ന് പറയുന്നത്. അതാണ്, അതായത് ഇപ്പോൾ ഒരു സൈക്കിളിൽ ഒരു ഔട്ട്പുട്ട് വരുന്നു, അടുത്ത സൈക്കിളിൽ അടുത്ത ഔട്ട്പുട്ട് വരുന്നു, അടുത്ത സൈക്കിളിൽ അടുത്ത ഔട്ട്പുട്ട് വരുന്നു.
ഇങ്ങനെയാണ് എങ്കിലാണ് എഫ് ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നത്. മാക്സിമം ത്രൂപുട്ട് ഓഫ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. സോ ഡിപ്പെൻഡിങ് ഓൺ ദി ഇനീഷ്യേഷൻ റേറ്റ് ഓഫ് സക്സസീവ് ടാസ്ക് എൻ്ററിങ് ദി പൈപ്പ് ലൈൻ, ആക്ച്വൽ ത്രൂപുട്ട് എന്ന് പറയുന്നത് മിക്കവാറും എഫിനേക്കാളും കുറവായിരിക്കും. ബിക്കോസ് മിക്കവാറും ഒരു ക്ലോക്ക് സൈക്കിൾ കൊണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല. ഇതിൻ്റെ അകത്ത് ടാസ്കുകൾ ഇനീഷ്യേറ്റ് ചെയ്യാനും അവർ തമ്മിലുള്ള ചിലപ്പോൾ ഒരു 2 ടാസ്കുകൾ തമ്മിൽ ഡിപ്പെൻഡൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു സൈക്കിളിലൊന്നും ചിലപ്പോൾ ചെയ്ത് തീരില്ല. അപ്പോൾ അതുകൊണ്ട് എഫിൻ്റെ വാല്യൂ കറക്റ്റ് മാക്സിമം വാല്യൂ ത്രൂപുട്ട് വരണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഡിയൽ കേസ് ഇതാണ്. മാക്സിമം ത്രൂപുട്ടിൻ്റെ ഐഡിയൽ കേസ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളിൽ ഒരു റിസൾട്ട് വരികയാണെങ്കിൽ പെർഫെക്റ്റ് ആണ് നമ്മൾ. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇഷ്യൂ ആണ്. ഒരു ഇഷ്യൂ ഇൻ അവർ ലീനിയർ പൈപ്പ് ലൈനിങ്ങിൽ വരാവുന്ന ഒരു ഇഷ്യൂവിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ക്ലോക്ക് സ്ക്യൂയിങ്. ക്ലോക്ക് സ്ക്യൂയിങ് എന്ന് പറയുന്നത് അടുത്ത നമ്മുടെ ഒരു ഇഷ്യൂ ആണ്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സിങ്ക്രണസ് പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എവറിത്തിങ് വർക്ക്സ് ഇൻ സിങ്ക് എന്നാണ്. അപ്പോൾ ഒരു ക്ലോക്ക് പൾസ് എല്ലാ സ്റ്റേജിലും സെയിം ടൈമിൽ അറൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. പക്ഷേ ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കണമെന്ന് ഇല്ല. അതായത് ചിലപ്പോഴെങ്കിലും സെയിം ക്ലോക്ക് പൾസ് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും. അതായത് ഒരു ചെറിയ ഡിലേ കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. മൂന്നിലും ക്ലോക്ക് അപ്ലൈ ആണ്. സോ ഇതാണ് ക്ലോക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ ഒരു 5 സെക്കൻഡ്സ് താമസിച്ചാണ് S1 വന്നത്. ബാക്കി 2 ഓൺ ടൈമിലുമാണ് വന്നത്. ദിസ് ഈസ് കോൾഡ് സ്ക്യൂയിങ്. അതായത് സെയിം ക്ലോക്ക് പൾസ് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഒരു ടൈം ഓഫ് സെറ്റ് ഡിഫറൻസിൽ വരുന്നു. അതാണ് സ്ക്യൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇങ്ങനെ വരാൻ നേരത്ത് ദർ ക്യാൻ ബി എ റേസ് കണ്ടീഷൻ അറൈവ് ചെയ്യാം. റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട്, അതായത് ഈ ഒരു ക്ലോക്ക് പൾസ് അറൈവ് ചെയ്തിട്ട് വേണം നമ്മുടെ ഇതിൻ്റെ ഔട്ട്പുട്ട് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാനായിട്ട്. ഇവിടെയെല്ലാം ക്ലോക്ക് പൾസ് എത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് സെൻഡ് ആവാനായിട്ട് ഡിലേ വരും. സോ ദർ വിൽ ബി എ ഓവറോൾ ഡിലേ വരാം, ഓർ ഇറ്റ് ക്യാൻ ആക്ച്വലി ലീഡ് ടു ആൻ ഇൻകൺസിസ്റ്റൻറ്റ് സ്റ്റേജിലേക്ക് നമ്മുടെ സിസ്റ്റത്തിനെ കൊണ്ട് എത്തിക്കാനും ഈ ഒരു റേസ് കണ്ടീഷൻ കൊണ്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് റേസ് കണ്ടീഷൻ നമ്മൾ ഉറപ്പായും ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ്. സോ നമുക്ക് റേസ് കണ്ടീഷൻ നമുക്ക് എപ്പോഴും മാറ്റി നിർത്തണം. അപ്പോൾ അതെങ്ങനെ മാറ്റി നിർത്താമെന്നതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ഇതിൻ്റെ അകത്ത് ടി മാക്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമുക്ക് കൊടുക്കാം. ടി മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഡിലേ ഓഫ് ലോങ്ങസ്റ്റ് ലോജിക്കൽ പാത്ത് വിത്തിൻ എ സ്റ്റേജ് ആണ്. ഒരു സ്റ്റേജിൻ്റെ അകത്ത് തന്നെയുള്ള ലോങ്ങസ്റ്റ് ഡിലേ ആണ് ടി മാക്സ് എന്ന് പറയുന്നത്. ടി മിൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ടസ്റ്റ് ലോജിക്കൽ പാത്ത് വിത്തിൻ എ സ്റ്റേജിൻ്റെ ടൈം ഡിലേ ആണ്. അതായത് ചിലപ്പോൾ ഇപ്പോൾ S1 5 സെക്കൻഡ്സ് വൈകി വന്നു, S2 5 സെക്കൻഡ്സ് നേരത്തെ വന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 6 സെക്കൻഡ്സ് നേരത്തെ വന്നു, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ടി മാക്സ് എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് ഡിലേ ഓഫ് ലോങ്ങസ്റ്റ് ലോജിക്കൽ പാത്ത് വിത്തിൻ എ സ്റ്റേജ് ആണ്. ടി മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ലോജിക്കൽ പാത്ത് വിത്തിൻ എ സ്റ്റേജ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് റേസ് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ സിസ്റ്റം 2 or more ഓപ്പറേഷൻ സെയിം ടൈമിൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻസ് കറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് സം കൈൻഡ് ഓഫ് ഇൻകൺസിസ്റ്റൻസി വരുന്നതിനെയാണ് നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം. ഇപ്പോൾ ഈ ക്ലോക്ക് പൾസ് ഡിഫറെൻറ്റ് സ്റ്റേജിൽ ഡിഫറെൻറ്റ് ടൈമിൽ വരാൻ നേരത്തെ ദർ ക്യാൻ ബി സച്ച് ഇഷ്യൂ. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ വി ഷുഡ് ഓൾവേസ് ചൂസ് ദി വാല്യൂസ് ഓഫ് ടി മാക്സ് ആൻഡ് ടോ എം ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മുടെ
ടോ എം അല്ലെങ്കിൽ ക്ലോക്ക് പീരിയഡ് എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോങ്ങസ്റ്റ് ടൈം ഡിലേ ഓഫ് ദി ലോങ്ങസ്റ്റ് ലോജിക്കൽ പാത്ത് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ ആ ടൈമിൻ്റെ ഓഫ്സെറ്റാണ്. അതായത് 5 സെക്കൻഡ് നേരത്തെയോ 5 സെക്കൻഡ് വൈകിയോ വരുന്നു എന്നുള്ളതാണ് ആ എസിൻ്റെ വാല്യൂ കൊണ്ട് മീൻ ചെയ്യുന്നത്. എത്ര ഇത് ഒറിജിനൽ വരുന്നതിനേക്കാളും എത്ര സെക്കൻഡ്സ് നേരത്തെ അല്ലെങ്കിൽ വൈകി വന്നു എന്നുള്ളതാണ് എസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ടോ എമ്മിൻ്റെ വാല്യൂ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി മാക്സ് പ്ലസ് എസ്. ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി മിൻ മൈനസ് എസ്സും ആയിട്ട് എപ്പോഴും ഇരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റേസ് കണ്ടീഷൻ വരും. ഈ രണ്ടെണ്ണത്തിനെ ഒരുമിച്ചാക്കി നമ്മൾ ഇതിനെ ഒറ്റ ഇക്വേഷനാക്കി എഴുതുവാണെങ്കിൽ ഡി പ്ലസ് ടി മാക്സ് പ്ലസ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോ എം പ്ലസ് ടി മിൻ മൈനസ് എസ് എന്ന് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഒരുമിച്ചാക്കി അവർ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാച്ചിൻ്റെ ഡിലേ ആണ്, എസ് ഓഫ്സെറ്റ്, ടി മാക്സ് ടി മിന് നമ്മൾ പറഞ്ഞല്ലോ ലോങ്ങസ്റ്റ് ലോജിക്കൽ പാത്തിൻ്റെ ഡിലേയും ഷോർട്ടസ്റ്റ് ലോജിക്കൽ പാത്തിൻ്റെ ഡിലേയുമാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു ബൗണ്ടിൻ്റെ ഉള്ളിലാണ് എങ്കിൽ ദർ വോണ്ട് ബി സ്ക്യൂ എഫക്റ്റ് ഉണ്ടാവില്ല. അല്ല എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ സ്ക്യൂ എഫക്റ്റ് ഉണ്ടാകും. സ്ക്യൂ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റേസ് കണ്ടീഷൻ ഉണ്ടാകും. സോ ഐഡിയൽ കേസ് വരികയാണ് എങ്കിൽ ടോ മാക്സ് എന്ന് പറഞ്ഞാൽ ടോ എം വരും, ടി മാക്സ് എന്ന് പറഞ്ഞാൽ ടോ എം വരും, ടി മിൻ എന്ന് പറഞ്ഞാൽ ഡി വരും. അങ്ങനെ ആവുമ്പോൾ ടോ ഈക്വൽ ടു ടോ എം പ്ലസ് ഡി എന്ന ഇക്വേഷൻ കിട്ടും. ഈ ഒരു ഇക്വേഷനിലാണ് എങ്കിൽ സ്ക്യൂയിങ് ഒന്നുമില്ലാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഹാവ് എ സ്ക്യൂയിങ് എഫക്റ്റ്. സ്ക്യൂയിങ് എഫക്റ്റ് എപ്പോഴും ഒഴിവാക്കണം. അതിനാ ഒരു ബൗണ്ടിൻ്റെ ഉള്ളിൽ നിർത്താനായിട്ട് ശ്രമിക്കണം. So let's move on to the other parameters. Next is speed up, efficiency and throughput. ഇപ്പോൾ ലീനിയർ പൈപ്പ് ലൈൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ലീനിയർ പൈപ്പ് ലൈൻ ആണ് എങ്കിൽ ഇറ്റ് ക്യാൻ എ ലീനിയർ പൈപ്പ് ലൈൻ ഓഫ് ഇറ്റ് സ്റ്റേജസ് ക്യാൻ പ്രോസസ് n ടാസ്ക് ഇൻ k പ്ലസ് n-1 ക്ലോക്ക് സൈക്കിൾസിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ k പ്ലസ് n-1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 ടാസ്ക് ഉണ്ടെങ്കിൽ 3 ടാസ്ക് ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എത്ര ക്ലോക്ക് സൈക്കിൾ എടുക്കുമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ് ക്ലോക്ക് സൈക്കിൾ എടുക്കുകയാണ്. ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നു. രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിളിൽ S2-ലെത്തുന്നു. മൂന്നാമത്തെ ക്ലോക്ക് സൈക്കിളിൽ നമ്മൾ S3-ലെത്തുന്നു. സോ മൂന്നാമത്തെ ക്ലോക്ക് സൈക്കിളിൽ S3-ലെത്തുന്നു. അപ്പോൾ 3 ക്ലോക്ക് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ 3 ക്ലോക്ക് സൈക്കിൾസിൽ ഈ ഫസ്റ്റ് ടാസ്ക് ഫിനിഷ് ചെയ്യുന്നു. സോ X1 എന്ന് പറയുന്ന ഫസ്റ്റ് ടാസ്ക് 3 ക്ലോക്ക് സൈക്കിളിൽ ഫിനിഷ് ചെയ്തു. ഇനി നമുക്കപ്പോൾ 3 ടാസ്ക് ഉണ്ട്. ഫസ്റ്റ് ടാസ്കേ ആയുള്ളൂ. ഫസ്റ്റ് 3 ടാസ്ക് X1 X2 X3 എന്ന് പറയുന്ന 3 ടാസ്ക് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് 3 പേര് കൊടുക്കാം. അപ്പോൾ ഇത്തിരി കൂടെ ഒരു സിമ്പിളായിക്കോളും. സോ നമ്മുടെ 3 ടാസ്ക് X Y Z ആണെന്നിരിക്കട്ടെ. സോ X ഇവിടെ കഴിഞ്ഞു. 3 ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞപ്പോൾ X തീർന്നു. സോ ഇനി Yന് ലോഡ് ചെയ്യണം. സോ നമ്മൾ ഈ സ്റ്റേജിൽ Y ലോഡ് ചെയ്തു എന്നിരിക്കട്ടെ. ഇപ്പോൾ Y സെക്കൻഡ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തും, ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തും. ഇസഡിന് ഇവിടെ ലോഡ് ചെയ്തു എന്നിരിക്കട്ടെ. ഇസഡ്. സോ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ക്ലോക്ക് സൈക്കിളിൽ 3 ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടാസ്ക് ചെയ്യാൻ മാത്രം 3 ക്ലോക്ക് സൈക്കിൾ എടുത്തു. ബാക്കി എത്ര ടാസ്ക് ഉണ്ട് ഇവിടെ മൊത്തം ബാക്കി 2 ടാസ്ക് ഉണ്ട് എങ്കിൽ ആ 2 ടാസ്കിനെ ചെയ്യാനായിട്ട് n-1 സൈക്കിള് എടുക്കും. അപ്പോൾ n-1 ടാസ്ക് ഉണ്ട് എങ്കിൽ n-1 സൈക്കിൾ എക്സ്ട്രാ എടുക്കും. സോ ഇവിടെ 2 ടാസ്ക് ഉണ്ടെങ്കിൽ 2 സൈക്കിൾ എക്സ്ട്രാ എടുക്കും. ദാറ്റ് ഈസ് ഈ 2 സൈക്കിളും കൂടി 3 4 5
ഈ 2 സൈക്കിളും കൂടി എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോട്ടൽ ടൈം റിക്വയർഡ് ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ ദിസ് ഈസ് ഹൗ ഈ ഒരു k+n-1 ക്ലോക്ക് സൈക്കിൾസ് നമ്മളിങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്. സോ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോട്ടൽ ടൈം റിക്വയർഡ് TK എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ k+n-1 ക്ലോക്ക് സൈക്കിൾസ് ഇൻറ്റു ടോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് TK ടോട്ടൽ ടൈം കിട്ടുന്നു. ടോ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് പീരീഡ് ഇൻറ്റു ക്ലോക്ക് സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ടൈം കിട്ടുന്നു. ഇതിപ്പോൾ ലീനിയർ പൈപ്പ് ലൈനാണ്. ഇനിയിപ്പോൾ നോൺ ലീനിയർ പൈപ്പ് ലൈൻ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. K ഇൻറ്റു ടോ സൈക്കിൾസ് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് n ഇൻറ്റു K ഇൻറ്റു ടോ, n ക്ലോക്ക് സൈക്കിൾ ഇൻറ്റു K ഇൻറ്റു ടോ ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ടൈം ടേക്കൺ. ഇപ്പോൾ നമ്മൾ ഈ നോൺ ലീനിയർ വേഴ്സസ് ലീനിയർ വച്ചിട്ട് നമുക്ക് സ്പീഡപ്പ് ഫാക്ടർ പറയുകയാണ് എങ്കിൽ സ്പീഡപ്പിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിയതാണ്. സ്പീഡപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ T1/Tk ആണ്. സോ T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിളിൽ ചെയ്യുന്നത് ബൈ K സൈക്കിളിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നോൺ ലീനിയർ ആണെങ്കിൽ T1 എന്ന് റിനോട്ട് ചെയ്യാം. TK ലീനിയർ പൈപ്പ് ലൈൻ ആണ്. സോ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് NK ടോ ബൈ K ടോ പ്ലസ് n-1 ടോ. ടോ എല്ലാത്തിൽ നിന്നും വെട്ടിപ്പോയി NK ബൈ K+n-1 എന്ന സ്പീഡപ്പ് ഫാക്ടറിന് നമുക്ക് ഇക്വേഷൻ കിട്ടി. ദെൻ വി ക്യാൻ ഫൈൻഡ് ഒപ്റ്റിമൽ നമ്പർ ഓഫ് സ്റ്റേജസ് കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ഒരു ലീനിയർ പൈപ്പ് ലൈനിൽ തന്നെ എത്ര സ്റ്റേജസിൽ നമുക്ക് ഔട്ട്പുട്ട്, എത്ര സ്റ്റേജസ് ആയിട്ടൊക്കെ നമുക്ക് ഇതിനെ ചെയ്യണം എന്നുള്ളത്. അതായത് സ്റ്റേജുകളുടെ എണ്ണം കൂടുന്തോറും നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. സോ ഇപ്പോൾ T എന്ന് പറയുന്നത് ടോട്ടൽ ടൈം നീഡഡ് ഓൺ എ നോൺ പൈപ്പ് ലൈൻ്റെ സീക്വൻഷ്യൽ പ്രോഗ്രാമും, അതായത് K സ്റ്റേജ് പൈപ്പ് ലൈൻ യൂസ് ചെയ്യാനായിട്ടുള്ള എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടോട്ടൽ ടൈമാണെന്ന് ഇരിക്കട്ടെ. ക്ലോക്ക് പീരിയഡ് നീഡഡ് എന്ന് പറയുന്നത് P ആണ്. P ഈക്വൽ ടു T/K പ്ലസ് D. T എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ബൈ K സ്റ്റേജസ്. ടോട്ടൽ ടൈം ബൈ K സ്റ്റേജ് പ്ലസ് ലാച്ചിൻ്റെ ഡിലേയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോക്ക് പീരിയഡ് കിട്ടും. സോ നമ്മൾ ടോട്ടൽ ടൈം ബൈ K സ്റ്റേജ് എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ ടൈം മൊത്തം ടൈം ബൈ K സ്റ്റേജിൻ്റെ ചെയ്യുന്നു പ്ലസ് ലാച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ആയി. അപ്പോൾ ക്ലോക്ക് പീരിയഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാക്സിമം ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/P ആണ്. 1/T/K പ്ലസ് D ആണ്. ഇനി പൈപ്പ് ലൈൻ്റെ നമ്മൾ നമ്പർ ഓഫ് സ്റ്റേജസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കോസ്റ്റിൻ്റെ കൂടെ ബേസിസിലായിരിക്കും. അതായത് പെർഫോമൻസ് കോസ്റ്റ് റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ബേസിസിലായിരിക്കും ഒപ്റ്റിമൽ നമ്പർ ഓഫ് സ്റ്റേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പൈപ്പ് ലൈൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് C+KH എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. C എന്ന് പറയുന്നത് എല്ലാ ലോജിക് ഗേറ്റിൻ്റെയും കോസ്റ്റ്, K എന്ന് പറയുന്നത് K നമ്പർ ഓഫ് സ്റ്റേജസ്, H ലാച്ചിൻ്റെ കോസ്റ്റാണ്. പിന്നെ ദി ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് പെർഫോമൻസ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് പെർഫോമൻസ് കോസ്റ്റ് റേഷ്യോനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. മാക്സിമം ത്രൂപുട്ട് ബൈ ടോട്ടൽ കോസ്റ്റ് എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ദിസ് ഇവിടെ 2 ഇക്വേഷൻസ് ഉണ്ട്. ഇത് 2 എണ്ണം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. F/C+KH. എഫിന് നമ്മൾ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് 1/T/K പ്ലസ് D ഇൻറ്റു C+KH എന്നൊരു ഇക്വേഷൻ നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. സോ ഇത് വച്ചിട്ട് ഈ ഇക്വേഷനും പ്ലസ് വി ഹാവ് ആൻ ഇക്വേഷൻ ഫോർ K0. സോ ദിസ് എ ഫങ്ഷൻ ഓഫ് K. സോ ഈ K0ന് so this peak of PCR curve correspond to the optimal choice of number of desired pipeline. So K0 എന്ന് പറഞ്ഞാൽ optimal number of stages ആണ്. അതിൻ്റെ ഇക്വേഷൻ ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് √T × C/D × H.
സോ ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് വി ക്യാൻ പ്ലോട്ട് ദിസ് ഗ്രാഫ് പെർഫോമൻസ് കോസ്റ്റ് റേഷ്യോ വേഴ്സസ് നമ്പർ ഓഫ് സ്റ്റേജസ്. ഈ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു K0 എന്ന് പറയുന്ന ഒരു ഒപ്റ്റിമൽ നമ്പർ ഓഫ് സ്റ്റേജസ് വരെ നമ്മുടെ പെർഫോമൻസ് കോസ്റ്റ് റേഷ്യോ ഈസ് ആക്ച്വലി ഇൻക്രീസിങ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്പർ ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഒരു 10-12 ഒക്കെയാണ് നമ്പർ ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത്. ഒരു 10-12 മുകളിലൊക്കെ പോവുകയാണ് എങ്കിൽ നമ്മുടെ കോസ്റ്റ് പെർഫോമൻസ് റേഷ്യോ സത്യത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്പർ ഓഫ് സ്റ്റേജസ് കൂടുന്തോറും കോസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ഇത് അങ്ങ് ടാലി ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പെർഫോമൻസ് കോസ്റ്റ് റേഷ്യോ ഓൾവേസ് ഇറ്റ് ടെൻഡ് ടു ഡിക്രീസ് ഇഫ് ദർ ഇസ് എ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സ്റ്റേജസ് ബിയോണ്ട് K0. K0യിൽ കൂടുതൽ പോവുകയാണ് എങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് റെഡ്യൂസ് ദി നമ്പർ ഓഫ് ദി പെർഫോമൻസ് കോസ്റ്റ് റേഷ്യോ. സോ അതൊരു ഒപ്റ്റിമലിൽ നിർത്താൻ ശ്രമിക്കുക. സാധാരണ 10-12 ആണ് റേഞ്ച്, അതിലൊക്കെ നിർത്താൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നമ്മൾ സ്പീഡപ്പ് ഫാക്ടറിനെ ഒരു പ്ലോട്ട് ചെയ്യുകയാണ് എങ്കിൽ സാധാരണ സ്പീഡപ്പ് ഫാക്ടറിനെയും വെച്ചിട്ട് പ്ലോട്ട് ചെയ്താലും ഒരു Kയുടെ വാല്യൂ 6-10 വരെയാണ് ഒരു ഗുഡ് പെർഫോമൻസ് നമുക്ക് തരുന്നത്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ടെൻഡ് ടു ബി സാച്ചുറേറ്റഡ് ആയി പോവുകയാണ്. സോ ഓൾവേസ് ലുക്ക് ഫോർ ഒത്തിരി ചെറിയ വാല്യൂ ആണെങ്കിലും സ്പീഡപ്പ് വിൽ ബി വെരി പുവർ. സോ ഇൻഡെഫിനിറ്റായിട്ട് കൂട്ടാതെ ഒരു 6-10 റേഞ്ചിൽ കൂട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ നെക്സ്റ്റ് വി ക്യാൻ ഫൈൻഡ് എഫിഷ്യൻസി ആൻഡ് ത്രൂപുട്ട്. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് SK അല്ലെങ്കിൽ സ്പീഡപ്പ് ഫാക്ടർ ബൈ K ആണ്. സോ സ്പീഡപ്പ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ബൈ K ചെയ്താൽ മതി. n/K+n-1 എന്ന് നമുക്ക് ഇതിന്ന് ഇക്വേഷനിൽ നിന്ന് കിട്ടും. സോ ഈ K എഫിഷ്യൻസി 1 ആകുന്നത് ഇപ്പോൾ ഈ ഇക്വേഷനിൽ n ഇൻഫിനിറ്റ് വാല്യൂ ആവുകയാണ് എങ്കിൽ ദിസ് ഇസ് ദി അപ്പർ ബൗണ്ട്, ദെൻ എഫിഷ്യൻസി ടെൻഡ് ടു ബി 1. ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് n=1 വരുവാണെങ്കിൽ 1/K എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. So this is the lower bound and upper bound for efficiency. ഇനി പൈപ്പ്ലൈൻ്റെ ത്രൂപുട്ട് പറയുകയാണെങ്കിൽ ത്രൂപുട്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. എഫിഷ്യൻസി ബൈ ടോ ചെയ്താൽ മതി. ഈ ഇക്വേഷൻ ബൈ ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു ടോ കൂടെ വരുന്നേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ 1/F വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ ടോയിന് 1/F കൊടുത്തപ്പോഴാണ് ഇവിടെ n/K+n-1 എന്ന് കിട്ടുന്നത്. സോ ത്രൂപുട്ട് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ടാസ്ക് പെർഫോംഡ് പെർ യൂണിറ്റ് ടൈം ആണ്. സോ ദിസ് ഇസ് ഹൗ വി ഫൈൻഡ് എഫിഷ്യൻസി ആൻഡ് ത്രൂപുട്ട് ഫോർ എ linear K-stage pipeline. Hope you have enjoyed the video about linear pipeline. Stay tuned for non-linear pipeline. Thank you.